നമസ്കാരം ഗുരുജി. നമസ്കാരം. ഞാനൊരു സംശയമായിട്ടാണ് വന്നിരിക്കുന്നത് ഗുരുജിയോട് ചോദിക്കാൻ. ശരി. എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ വന്നൊരു ചിന്ത, തോന്നൽ, അങ്ങനത്തെ ഒരു സംശയമാണ്. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധ്യാനിക്കാൻ പറയാറുണ്ടല്ലോ ഗുരുജി, ആ ധ്യാനിക്കുമ്പോൾ നമ്മൾ ശിവനെ ഏത് രൂപത്തിലാണ് മനസ്സിൽ കാണേണ്ടത്? അതാണ് എൻ്റെ ഒരു സംശയം. പലർക്കും സാധനയിൽ പോകുമ്പോൾ ഉള്ളൊരു ചോദ്യമാണത്. ശിവകാശി കലണ്ടർ ഉണ്ടാക്കുന്ന ശരിക്കും തഞ്ചാവൂരുള്ള തമിഴന്മാരാ. ഇപ്പം ഇവിടെ നമ്മൾ പടുത്തിരിക്കുന്നിടത്ത് മവ്യൂര് മഹാദേവ ക്ഷേത്രമുണ്ട്. നിങ്ങളുടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെങ്കല് മഹാദേവ ക്ഷേത്രമുണ്ട്, വടക്കുന്നാഥ മഹാദേവ ക്ഷേത്രമുണ്ട്. അന്ന് ഇതിന്റെയൊക്കെ മുന്നിൽ വെച്ചിരിക്കുന്ന മഹാദേവൻ ഒരേ ഫോട്ടോ ഉള്ളതായിരിക്കും ഫ്ലെക്സില്. പക്ഷെ ഈ പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന തന്ത്രിമാരും ഇല്ലങ്ങളും ഒക്കെ വളരെ വ്യത്യാസമായിരിക്കും അല്ലേ? ഓരോ തന്ത്രിമാർക്കായിരിക്കും ഓരോ പ്രതിഷ്ഠയുടെ അവകാശം. പ്രാണപ്രതിഷ്ഠ എന്ന് വെച്ചാൽ പ്രാണനെ ഒരു വ്യക്തി മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ഊർജ ചക്രങ്ങൾ കൊണ്ടോ എങ്ങനെയാണോ അതിലേക്ക് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന എനർജിയിൽ ആ രീതിയിലാണ് അത് ഫോം ആവുന്നത്. ഇപ്പം അരുണാചല ശിവ എന്ന് ജപിച്ചാൽ അരുണാചലം രസിയുള്ളൂ. ശിവൻ എന്ന് വെച്ചാൽ നമുക്ക് നമശിവായം ജപിക്കാം, പക്ഷെ അരുണാചലത്തിലായാലും നമശിവ ഉപയോഗിക്കില്ല. അരുണാചല അത് ആ വൈബ്രേഷൻ, ആ മന്ത്രമാണ് അവിടെ സ്പന്ദിക്കുന്നത്, നമ്മൾ നമുക്ക് ജീവന്റെ പരിവർത്തനം സംഭവിക്കുന്നത്. വടക്കുന്നാഥനിലാണെങ്കിലും നമ്മൾ ജപിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള രഹസ്യ മന്ത്രങ്ങളുണ്ട് അവിടെ. അപ്പം ശിവൻ എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ ഉള്ളിലെ ഉൾബോധത്തെയാണ് പറയുന്നത്. ഭാരതീയ സംസ്കാരത്തില് ഈശ്വരൻ എന്നുള്ളത് തന്നെ ബോധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പൊ നിൽക്കുന്ന ഒരു കോൺഷ്യസ് മാത്രമാണ്, ഇസ് അബോധം. നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ 100% നമ്മളുടെ ചിന്തകളും അബോധത്തിലാണ് സംഭവിക്കുന്നത്. ഇതെപ്പോഴാണോ നട്ടല്ലൂട് പൊന്തി ഊർജമായിട്ട് ഭ്രൂമധ്യത്തിൽ മുട്ടുന്നത്, അപ്പോൾ നമ്മളൊരു കോൺഷ്യസ്നെസ് സ്റ്റേറ്റിലായിരിക്കും നിലനിൽക്കുന്നത്. മനസ്സ് അസ്തമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ ഒരു ഗുണമുണ്ട് നമുക്ക്, മനസ്സിലായോ? ശാന്തിയുടെ, ആനന്ദത്തിന്റെ, സംതൃപ്തിയുടെ, സുരക്ഷിതത്തിന്റെ, ജീവചക്രത്തിൽ നിന്നുള്ള ജന്മചക്രത്തിൽ നിന്ന് ജീവൻ വിമോചനപ്പെടുന്നതിന്റെ ഒരവസ്ഥയുടെ ഈ തൃപ്തികരമായ ഒരു അവസ്ഥയെ ശിവൻ എന്ന് പറയും. അപ്പൊ ധ്യാനിക്കുമ്പം രൂപം മനസ്സിൽ വരുന്ന രൂപത്തിനൊരു പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. രൂപം നമുക്ക് ഭക്തിക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഒന്നാണ്. ഭക്തിക്ക് ഉപരിയിരിക്കുന്ന ജീവൻ ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ട്. ഒരു ശൂലവോ ചന്ദ്രക്കലയോ ഒരു മനുഷ്യനായിട്ടല്ലേ അത് വേണ്ട. മനുഷ്യനാണ് വേണ്ടത് ഒരു രൂപത്തെ. പക്ഷെ നമുക്ക് കണ്ണിലൂടെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. ഒരു നായം മണപ്പിച്ച് മനസ്സിലാക്കുന്ന പറയല, മനുഷ്യൻ കണ്ണിലൂടെയാണ് ഇതിനെ ഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഭക്തിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു നാടകീയമാണത്. അതിനെ നമ്മള് ആ രീതിയിൽ ധ്യാനത്തിൽ ഒരു രൂപം വെച്ചാൽ നമുക്കത് കുറച്ച് മാനസികപരമായി നമ്മൾ ഭാവനാത്മകമായി ധ്യാനം ചെയ്യത്തേ ഉള്ളൂ. നമ്മൾ കണ്ണടച്ച് ഇരിക്കുക മാത്രം ചെയ്യുക. അത് മാത്രം ചെയ്ത് നമ്മുടെ രൂപത്തെ ഭാവത്തെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കണു. ഇങ്ങനെ ഞാൻ ഇങ്ങനെ അറിഞ്ഞു, ഇങ്ങനെ കേട്ടതാണ്. ഒരു സ്ത്രീ കൈലാസത്തേക്ക് പോയപ്പോൾ അവരുടെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ വിചാരിച്ചിരുന്ന ശിവനെ കൈലാസത്തിൽ അവർ കണ്ടുവെന്ന്. അപ്പോൾ അതെങ്ങനെ സാധ്യമാവും? ഈ കണ്ടെന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞതാണെങ്കിലോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ സൃഷ്ടിയില് ഒരു രൂപത്തിൽ ആരെന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഈ ടൈമും സ്പേസും ഇല്ലാത്തതാണ് ഈ ക്രിയേഷൻ. നമ്മൾ ധ്യാനിക്കുമ്പം 5-6 മണിക്കൂർ നമുക്ക് കടന്നു പോകും. ഈ ഒരു ഊർജം തന്നെ നിശ്ചലതയിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ്. സമയത്തിൽ ബന്ധനപ്പെട്ടിരിക്കുന്നതല്ല ജീവൻ. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ബന്ധനപ്പെട്ടു പോകുന്നു. ജന്മചക്രത്തിൽ നിന്ന് മറികടക്കാനായിട്ടുള്ള നമ്മുടെ നിങ്ങൾ ഒരാളെ വേറൊരാളെ, ഈശ്വരനും നിങ്ങളും തമ്മിൽ ഭേദമില്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വേറൊന്നായി അതിനെ കാണുകയും നിങ്ങൾ അതിനെ നോക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നിമിഷം നിങ്ങൾ രണ്ടാണ്, ഒന്നല്ല. ഒന്നാവുന്ന സ്ഥിതിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയാം. ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരു കോൺഷ്യസ്നെസ് മാത്രം നിലനിൽക്കുന്ന അവസ്ഥ. അപ്പൊ നമ്മൾ രൂപത്താൽ എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ ഒരു സൈക്കിക് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അത്. അതൊരു സൈക്കിക്കാണ്. അത് നമ്മൾ നോക്കിയാൽ ആ ശിവനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഹ്മത്തിലരി. എന്നുവെച്ചാൽ
പരംജ്യോതിയായിരിക്കുന്ന ഒരു വ്യക്തതയാണ്. അതൊരു എന്താ പറയുക, ഒരു പ്രകാശം ഇവിടെ നിന്നില്ലെങ്കിൽ നാളെ ആൾക്കാരെ ഞാൻ ആ പ്രകാശത്തെ കണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ ഒരു വലിയൊരു പരിവർത്തനം സംഭവിപ്പിക്കുന്ന, നമ്മുടെ ഉള്ളിലെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതാണ്. അപ്പം കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്നത് തന്നെ അവരുടെ ഭാവനയാണ്, അല്ലാതെ അതിലൊരു യാഥാർത്ഥ്യവുമില്ല. മനുഷ്യന് എളുപ്പമാണ് ഇതേപോലുള്ള ഫാന്റസി പറയുമ്പോൾ വിശ്വസിക്കാൻ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നും കൂടി ചോദിച്ചോട്ടെ, ഈ ശിവരാത്രി എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ള പ്രാധാന്യം എന്താണ്? ശിവരാത്രിക്ക് പറഞ്ഞല്ലോ, നമ്മളിപ്പം ശിവനെ കണ്ടെന്ന് പറയുന്നത് പോലെ മനുഷ്യനൊന്നും ബോധമില്ല. ഇപ്പം ഞാനിത് പറയുമ്പോഴും എൻ്റെ തലച്ചോറിൽ ഇത് ഇട്ടിട്ടൊന്നും പറയുന്നതല്ല. സൂര്യനും ചന്ദ്രനും നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നു, അത്രത്തോളം ആകാശത്തിൽ നിന്ന് നമുക്ക് അറിവ് ഒഴുകിക്കൊണ്ടിരിക്കും. മനുഷ്യന് ഓരോ കാലഘട്ടത്തിലും ഭൂമിയിൽ എത്രത്തോളം സൂര്യനും ചന്ദ്രനും സ്വാധീനിച്ചിട്ടുണ്ടോ, അത്രത്തോളം മനുഷ്യന് സ്വന്തം ജീവന്റെ പരിവർത്തനം ആരോടും ചോദിക്കാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ സൂര്യനും ചന്ദ്രനും എത്രത്തോളം ഈ ഭൂമിയിൽ അടുക്കുന്നോ, ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതരം രീതിയിൽ ആത്മീയപരമായി ഉണരാനായിട്ടുള്ളൊരു സാധ്യത തുറക്കപ്പെടും. ഭൂമിയുടെ ഊർജം ഒന്ന് പിൻവലി. അപ്പൊ മനുഷ്യ ജീവനെല്ലാം തന്നെ അവന്റെ 6ാം ഇന്ദ്രിയത്തിലേക്ക് ഒരു സ്വാധീനം കിട്ടും. തന്നെ ഉള്ളിലേക്ക് തിരിയാനായിട്ടുള്ള ഒരു പ്രവണത ഉണ്ടാവും നട്ടല്. മനുഷ്യ ജീവിതം മൃഗങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്പ വ്യത്യാസമുള്ളൂ ജീവന്റെ കാര്യത്തിൽ. പക്ഷെ ഇതിന് കിട്ടിയിരിക്കുന്ന നട്ടല് വളരെ സ്വാധീനമുള്ളതാണ്. നട്ടല് നമ്മൾ എത്രത്തോളം നട്ടല് കേന്ദ്രീകരിച്ച് നിൽക്കുന്നു, അത്രത്തോളം അടിവശത്ത് നട്ടലിന്റെ അടിവശത്തു നിന്ന് ഒരു ഊർജം പൊന്തും. അത് എത്രത്തോളം നമ്മളിൽ സ്വാധീനിക്കുന്നു, അതിൽ എത്രത്തോളം കമ്പനം കൊള്ളുന്നു, അത്രത്തോളം നമുക്ക് ബോധപ്രജ്ഞ വരും. മനസ്സിലായോ? ആരിൽ നിന്നും ആധ്യാത്മികത മനസ്സിലാക്കാൻ കഴിയുന്നില്ല, സ്വയമേ ഉണ്ടാകുന്ന തിരിച്ചറിവാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. വെച്ചാൽ ജീവചക്രത്തിൽ നിന്നുള്ള വിമോചനത്തെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത് തന്നെ. അപ്പം അതിനാല് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഉള്ളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതേപോലുള്ള ശിവരാത്രി പോലുള്ള ദിവസങ്ങൾ. ശിവരാത്രിയും നവരാത്രിയും സൃഷ്ടിയുടെ വലിയൊരു സാധ്യതയാണ്. ശരി, നമസ്കാരം. നമസ്കാരം ഗുരുജി.